ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യം എല്ലാ മാനവരാശിക്കും ആവശ്യമായ പൈതൃക സ്വത്താണ്. അതുകൊണ്ട് ഭൂതലത്തിലും കടലിലുമുള്ള ജൈവ വൈവിധ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. ഈ ചിന്താഗതി എല്ലാവരെയും ഓർമ്മപ്പെടുത്താനാണ് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിലും നിലനിർത്തുന്നതിലും മാത്രമല്ല, അവയുടെ ആവശ്യകതയെയും സാന്നിധ്യത്തെയും പ്രസക്തിയെയും കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും ഈ ദിനാചരണം സാക്ഷ്യം വഹിക്കുന്നു. മാനവരാശിയുടെ നിലനിൽപ്പിന്റെ പ്രധാന ഉറവിടമാണ് ജൈവ വൈവിധ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സുസ്ഥിരമായ വികസനത്തിനും പ്രധാന പങ്ക് വഹിക്കുന്ന പരമ്പരാഗത മരുന്നുകളുടെയും ആധുനിക ഔഷധങ്ങളുടെയും കലവറയായ ജൈവ വൈവിധ്യം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനോപാധി കൂടിയാണ്. ജൈവ വൈവിധ്യത്തിന്റെ അനിയന്ത്രിതമായ ഉപയോഗം കുറച്ചില്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന് തിരിച്ചടിയാകും. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. സമൂഹത്തിന്റെ മാറുന്ന വീക്ഷണങ്ങൾക്കും സ്വഭാവങ്ങൾക്കുമൊപ്പം അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനകൾ, സ്വകാര്യ മേഖല എന്നിവയെ കൂടാതെ നമ്മൾ ഓരോരുത്തർക്കും ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിക്കാനുണ്ട്. 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിന പ്രമേയം പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നതാണ്. പരിസ്ഥിതിയെക്കുറിച്ചും ഈ ഗ്രഹത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്നു എന്നത് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്.